കേട്ടിങ്ങോ നിങ്ങ വെള്ളിടി വെട്ടും കൊടിത്തോറ്റം. രാസയ്യോ ആയിരിക്കാം ആ തലയിൽ കിടന്നിട്ട് ഇപ്പൊ കേട്ടിങ്ങോ ആയി മാറിയത്. സാറിനെ പാടിയോന്നില്ലെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. കാരണം ഇതെനിക്ക് പേടിയായി പാടാനായിട്ട്. കാരണം അത്രയും ഫീൽ ഇമോഷൻ ഉണ്ടായിരുന്നു സാറ് പാടി തന്ന ആ സാധനത്തില്. പ്രേതം വന്നിട്ട് നമുക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് പറയുന്നതാണ്. സിനിമാ പാട്ടുകൾക്ക് പുറത്തൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവണം എന്ന് വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ ആകാശമായോട് ചെയ്തപ്പോൾ എന്നോട് ചോദിക്കുക അത് നിങ്ങളുടെ മറ്റേ അല്ലെങ്കിൽ എന്റെ ഒന്നും അല്ല, അത് സിനിമയുടെ പാട്ട് മാത്രമാണ്, എന്റെ ആയിട്ട് ഒരു ബന്ധമില്ല. ആകാശമായവളെ അകലെ പറന്നവളെ. ചിലരൊക്കെ ഇംപ്രൊവൈസേഷൻ ആഗ്രഹിക്കുന്നവരും കുറച്ചുകൂടെ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ്. പക്ഷെ വിജയേട്ടൻ അത് മതിയെന്ന് തീരുമാനിക്കുന്ന ഏത് പോയിന്റില്ല? ഒരു ഗായകൻ ഒരുപാട് ആലോചിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മള് അത് First time I wrote rap, Chittave. ഉഡ്താ പഞ്ചാബ് എന്നൊക്കെ പറയുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് മൂവിയാണ്. So we got the chance to work with Anurag Kashyap through a singer, Shilpa Rao. ഈ ഹിറ്റാകുന്ന പാട്ടുകളെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഇവൻ എന്തിനോ വേണ്ടി ഒരു കഴുകൻ കണ്ണുകളുമായി ഇരിക്കുകയാണെന്ന് അവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവുമായിരിക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. വടക്കൻ എന്ന ചിത്രത്തിലെ പാട്ട് വിശേഷങ്ങളുമായി നമുക്കൊപ്പം ഭദ്രയുണ്ട്, ബിജുബാലേട്ടനുണ്ട്, ഷെല്ലി സാറുണ്ട്. ഹായ് സർ, വെൽക്കം ടു മലയാളം സിനിമ. ബിജുബാലേട്ടാ, ഇതിനകത്ത് ഒരുപാട് പ്രത്യേകതകൾ ശബ്ദത്തിനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള റൈറ്റപ്പൊക്കെ അങ്ങനെ കാണുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സ്പെസിഫിക്കേഷൻസ്? ഇതൊരു പാരാനോർമൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ശരിക്കും ഒരു വളരെ സ്വാഭാവികമായൊരു സിനിമ അല്ല, ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് മൂവിയാണ്. അതിൻ്റെ കെട്ടിലും മട്ടിലും ഒക്കെ. പിന്നെ സബ്ജക്റ്റ് ഇതായതുകൊണ്ട് അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോ സ്പെക്ട്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ പറഞ്ഞ് ഒച്ചയെടുത്ത് പേടിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സ്പേഷ്യൽ ഓഡിയോ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. റസൂൽ പൂക്കുട്ടിയാണ് എൻ്റെ ഓഡിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ പാട്ട് പറഞ്ഞാൽ റിലീസായതിൻ്റെയും ഒരു ഫോർമാറ്റ് കേട്ടാൽ അറിയാൻ പറ്റും. എൻ്റെ സ്പേഷ്യൽ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവും. ചെണ്ടയായാലും അതിൻ്റെ അതിൻ്റെ ഒരു ടെക്സ്ചറൽ പാറ്റേൺസ് ഒക്കെ ആയാലും ഒരു ഫോക്ക് സോങ് ആണെങ്കിലും ഹൗ വി പ്ലേസ്ഡ് ഇറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സിനിമയും ആ ഒരു രീതിയിൽ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത്രയും നല്ല തിയേറ്ററിൽ നമ്മൾ കാണണം എന്നുള്ളതാണ്. വേണ്ടിവരും ഉറപ്പായിട്ടും. അതെ, ഈ അതിലെ കേട്ടിങ്ങോയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഭദ്രയുടെ ഒരു സിഗ്നേച്ചർ സോങ് ഉണ്ട്, രാസയ്യോ. പാടി തുടങ്ങാം, കളറാവട്ടെ. അതെ, എനിക്ക് തോന്നുന്നു ആ പാട്ട് റിലീസ് ചെയ്തിട്ട് ഷെയർ ചെയ്ത ആദ്യത്തെ ഒരാൾ സാറ് തന്നെയായിരുന്നു ഫേസ്ബുക്കില്. അപ്പൊ അങ്ങനെയാണ് ആ പാട്ട് അത്രയും റീച്ചായത്. രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക, രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക, രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക, രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക, കുത്തുള്ളുകുള കുതിരിയനോടാലില്ലി നിമദാരിക നന്ന നിന്ന നീളേ, കുത്തുള്ളുകുള കുതിരിയനോടാലില്ലിനെ ആ ആ, കുത്തുള്ളുകുള കുതിരിയനോടാലില്ലി നിമദാരിക നന്ന നിന്ന നീളേ, കുത്തുള്ളുകുള കുതിരിയനോടാലില്ലിനെ. ദേശം താഴോ രാജ ദേശം താഴാഴോ രാജകുമാരക, രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക. അടിപൊളി. മറ്റേ പാട്ടിലേക്ക് വരേണ്ടതുണ്ട്. സർ, how did you join into this team? I joined through J.D. Singh and Bhavanidhi Sharma, the producers, and they told me about Bijbal sir and his work, and I came to know about him and his profile, that he's quite a giant composer in this part of the country, Kerala. And then I heard his songs, and they were at a different place. Bhadra was not she hasn't sung my song. She's Zebunisha Bangash. And she was popular for Coke Studio. And I got a tune from
Bijbal sir, and I loved the tune. It was different from other tunes actually. It took me some time, few days to understand the tune because that's his style. Then one of my friend, he sang a scratch for me just to make That just was from too my good, understanding. in fact. That was too good. Yeah. He sang the scratch for me, and he himself is a singer, Devendra Pal Singh. He sang a scratch for me. We sent that scratch to Zeb. She was abroad somewhere. And then she was like, the work was happening from, where like all three of us were at different place, different, and it happened like that. Technology played a lot of role in this digital world and social media, because WhatsApp, we were working on WhatsApp. We were talking to each other and getting the feedback and telling each other. My only concern is that song is short, the length is short. Once we start enjoying the song and the tune, melody and the whole thing, and it's like, oh, it's over. അതല്ലേ നല്ലത്. That's my only concern. അതാണ് I love ഇപ്പോഴത്തെ the ട്രെൻഡ് എന്ന് പറയുന്നത്. Trend, സ്മൂത്ത് ആയിരുന്നോ കമ്മ്യൂണിക്കേഷൻ? ഉറപ്പായിട്ടും. കാരണം അല്ല, ഈ വാട്സപ്പ് വഴിയൊക്കെ നമ്മൾ നമുക്കിത് കുറച്ച് ഇപ്പൊ സേബിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഇപ്പൊ സജിദ് ആണ് സേബിനെ കുറിച്ച് കൊണ്ട് പാടിക്കാം എന്ന് പറയുമ്പോൾ എനിക്കത് വലിയ പരിചയമില്ല, അവരെ ഒരുപാട് കേട്ടിട്ടില്ല പേരൊന്നും. സേബ് ബംഗാഷ്ന്ന് കോക്ക് സ്റ്റുഡിയോയില് അടിച്ചു കൊടുത്താമെന്ന് പറഞ്ഞു. ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ട്, ഇവരുടെ കേട്ടിട്ടുണ്ട്. പാകിസ്ഥാനി കോക്ക് സ്റ്റുഡിയോ ആണ്. അപ്പോൾ അതിൽ മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ട്. ഇത് ഇവരുടെ പാട്ട് ഞാൻ ഇതിനും കേട്ടിട്ടുണ്ട്. സോ അത് ഭയങ്കര ഒരു അസ്റ്റോണിഷിങ് ആയിരുന്നു അവരുടെ പെർഫോമൻസ്. അപ്പോൾ അതൊരു ക്ലാസിക്കൽ ടെക്സ്ചർ ഉണ്ട്, ഒരു സൂഫി ഉണ്ട്, നമ്മൾ ഗസൽസിലൊക്കെ കേൾക്കുന്ന ആ ഒരു ഫീലുണ്ട്. പിന്നെ പോപ്പുലർ ഒരു ഫ്യൂഷൻ പോലെയാണ് അത് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു അഗ്രഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ഇത് ചെയ്യുക. സജിത ആദ്യം പറഞ്ഞു ലെറ്റ് ഹെർ കമ്പോസ് ദ സോങ്. അവരൊരു കമ്പോസറും കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഐ വിൽ ഓർക്കസ്ട്രേറ്റ് ഇറ്റ്. അങ്ങനെയല്ലേ, രസമല്ലേ. അപ്പോൾ ഷീ ഓൾസോ കോൾഡ് മീ, ഞാൻ കമ്പോസ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു. പല്ലവി കമ്പോസ് ചെയ്തു ആൻഡ് ഐ ജസ്റ്റ് ഗേവ് സം ഗിറ്റാർ സ്ട്രംസ് ആൻഡ് സെൻഡ് ഇറ്റ് ടു ഹിം. എന്നിട്ട് സേബ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ക്യാൻ യു ഡൂ ദ അന്തര ഓഫ് ദ സോങ്, അടുത്ത ഫ്രേസ് താങ്കൾ ചെയ്യുമോ, സോ ദാറ്റ് ഐ ക്യാൻ കൊളാബറേറ്റ് വിത്ത് യു ദ മ്യൂസിക് കമ്പോസിങ് ഓൾസോ. ഞാൻ ഐ വിൽ ഡു. ഞാൻ അനുപല്ലവി ഞാൻ കമ്പോസ് ചെയ്തു. സോ പല്ലവി ഇസ് ഹെർ ട്യൂൺ, അനുപല്ലവി എൻ്റെ ട്യൂണാണ്. അപ്പം അങ്ങനെ ഇത് ചെയ്തു. അതൊരു വളരെ ഗ്രാജുവൽ ആയിട്ടുള്ളൊരു പ്രോഗ്രഷൻ പോലെ തന്നെ ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ഐ സെൻഡ് ഇറ്റ് ടു ഹിം. ഇദ്ദേഹം വളരെ കൂളായിട്ട്, പകുതിയും ഉറുദുവും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ കേൾക്കാൻ രസമാണ്. ഐ ക്യാൻ ഹാർഡ്ലി അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഗസൽസും ഇതൊക്കെ കേൾക്കുമ്പോൾ കൂടുതൽ കുറേ വാക്കുകൾ അറിയാം, കുറേ വാക്കുകൾ നമ്മൾ തപ്പേണ്ടി വരും. പക്ഷേ ആ വൺസ് ദിസ് ഹിസ് ഫ്രണ്ട് സിംഗർ സാങ് ദ സോങ്, I got the flow and Zeb could easily handle it. അവർ ശരിക്കും പറഞ്ഞാൽ ലാഹോർ, പഞ്ചാബ് ലാഹോർ എന്നുള്ള ഒരു സിംഗറാണ്. ആൻഡ് ഹെർ ഗുരു ഉസ്താദ് നസറുദ്ദീൻ സാമി, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുരുവാണത്. അവരുടെ ഒരു ഡിസൈപ്പിളാണ്. ആൻഡ് ഷീ വർക്ക്സ് ഇൻ ഓൾമോസ്റ്റ് ദ ഹോൾ മിഡിൽ ഈസ്റ്റ്, പേർഷ്യൻ, ടർക്കിഷ്, എല്ലാ ഭാഷയിലും അവർ പാടിയിട്ടുണ്ട്. She's the most popular, one of the most popular singers there. അപ്പോൾ ആ രീതിയിൽ, ആൻഡ് ഷി വാസ് സോ സ്വീറ്റ് അബൌട്ട് വർക്കിംഗ് ഇൻ ദിസ് പ്രോജക്റ്റ്. അങ്ങനെ വളരെ ആൻഡ് നമ്മൾ അവരുടെ വേറൊരു തരം ടെക്സ്ചർ, ഒരു സിംഗിങ്ങിൻ്റെ അവരുടെ ഒരു ഓർഗാനിക് സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ എക്സൈറ്റ് ചെയ്യും. നമ്മളുടെ ഫോക്കിനും നമ്മളുടെ ട്രഡീഷണൽ ക്ലാസിക്കലിനും വേറൊരു ടെക്സ്ചർ, അതിൻ്റെ അത്ര തന്നെ മറ്റൊരു രീതിയിൽ അവരൊരു അറബിക് മിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ചില ന്യൂആൻസസ് അതൊക്കെ ഈ പാട്ടിലുണ്ട്. സോ വിജയേട്ടൻ്റെ കൂടെ തങ്കത്തിൽ ചെയ്തിട്ടുണ്ട്, വെള്ളത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാസയ്യോ ആയിരിക്കാം ആ തലയിൽ കിടന്നിട്ട് ഇപ്പോൾ കേട്ടിങ്ങോ ആയി മാറിയത്. അതുകൊണ്ടായിരിക്കാം ഭദ്രയെ ചൂസ് ചെയ്യാൻ തോന്നുന്നു. ഭദ്രയ്ക്ക് എന്താ തോന്നുന്നു? എപ്പോഴും സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം സാറ് ഭദ്ര ഒരു പാട്ടുണ്ട് പറഞ്ഞ് വിളിക്കുമ്പോഴും എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് സാറിന്റെ കൂടെ
വർക്ക് ചെയ്യുമ്പോൾ. കാരണം മലയാളം ഇൻഡസ്ട്രിയിൽ ഞാൻ എന്താ പറയുക, നമ്മൾ നോക്കി ആരാധിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാറ്. സാറിന് വേണ്ടി പാടുക എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയാണ് കേട്ടിങ്ങോ അതും വന്നത്. അപ്പം സാർ ആദ്യമേ എനിക്ക് ട്യൂൺ അയച്ചു തന്നത് സാറിൻ്റെ സൗണ്ടിൽ തന്നെയാണ് പാട്ട് വന്നത്. അപ്പോൾ സാർ പിച്ച് കറക്റ്റ് എനിക്ക് പറ്റുന്ന ഏത് പിച്ചാന്ന് വെച്ചാൽ അതിൽ ഒന്ന് ചൂസ് ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ ഞാനിത് എല്ലായിടത്തും പറഞ്ഞ കാര്യം ഇത് സാർ തന്നെ പാടിയോ എന്നില്ലെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. കാരണം ഇതെനിക്ക് പേടിയായി പാടാനായിട്ട്. കാരണം അത്രയും ഇമോഷൻ ഉണ്ടായിരുന്നു സാറ് പാടി തന്ന ആ സാധനത്തില്. അതെനിക്ക് അയച്ചുതന്ന ട്രാക്കിൽ അത്രയും ഇമോഷൻ ഉണ്ടായിരുന്നു. അതെനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നൊരു പേടിയായിപ്പോയി എനിക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ശരിക്കും. അതുകൊണ്ട് പിന്നെ സാറ് പറഞ്ഞില്ലേ പാടിക്കോ പറഞ്ഞിട്ട്. പിന്നെ സാറിന്റെ വർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം പാടാം, പിന്നെ അത് കൂടുതൽ പാടിക്കില്ല. എല്ലാവരും പറയാറുണ്ട് ഒന്നുകൂടെ നന്നായിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഈ മനുഷ്യൻ സമ്മതിക്കൂല. നമുക്ക് തോന്നും കുറച്ചും കൂടി നന്നായി സാറ് മതി, അത് മതി. വിജയേട്ട എല്ലാവരും പറയാറുണ്ട് ഈ കാര്യം കേട്ടോ. അതായത് 2 പ്രാവശ്യം, അത് ചിലരൊക്കെ ഇംപ്രൊവൈസേഷൻ ആഗ്രഹിക്കുന്നവരും കുറച്ചുകൂടെ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ്. പക്ഷെ വിജയേട്ടൻ അത് മതിയെന്ന് തീരുമാനിക്കുന്ന ഏത് പോയിന്റില്ല? അല്ല, അങ്ങനെ നമ്മൾ ഒരു തിയറി ഒന്നും അതിനില്ല. ബട്ട് ഒരു ഗായകൻ ഒരുപാട് ആലോചിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മള് അത് വിജയേട്ടൻ പാടിക്കൊടുത്തൊരു സാധനം അവരുടെ തലയിൽ നിൽക്കുമ്പോ തന്നെ അത് പരിപാടി തീർക്കാന്നുള്ളതാണ്. രാഗത്തെ കുറിച്ചൊന്നും വലിയ ധാരണ വരുന്നതിന് മുമ്പ് അങ്ങനെ ആ ഒരു ഇപ്പൊ നമ്മള് പഠിത്തം കഴിഞ്ഞിട്ട് മറ്റേ മഹേഷിന്റെ പ്രതികാരത്തിൽ പറയില്ലേ, നമ്മള് പോസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള സെക്കൻഡ് എന്ന് പറയില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വൺസ് ദേ ലേൺ എ സോങ് ആൻഡ് ദേ ആർ കൺവിൻസ്ഡ് ആൻഡ് അവരുടെ ആയി മാറുന്നതിന് തൊട്ടു മുമ്പുള്ള പോയിന്റ് ഇല്ലേ, അവിടെ അതായിരിക്കും കുറച്ചും കൂടി അത് ആ പാട്ടിന് യൂണീക്ക് അല്ലെങ്കിൽ ഒരു ജെന്യൂനിറ്റി അല്ലെങ്കിൽ ചിലപ്പോ എല്ലാവരും അല്ല, ചില സിംഗേഴ്സ് അവരുടെ ആക്കി മാറ്റുമ്പോൾ അവരുടെ ഇമോഷൻസ് അതിൽ കൊടുക്കാൻ ശ്രമിക്കും. ഡൈനാമിക്സ്, എക്സ്പ്രഷൻസ് ഒക്കെ അവരുടെ കൂടി അത് വളരെ റിലേറ്റീവ് ആണല്ലോ. അത് അപ്പോഴും ഓരോ സിംഗേഴ്സിനും അവരവരുടെ എക്സ്പ്രഷൻസിലേക്ക് ആ പാട്ടിനെ കൊണ്ടുപോകാനുള്ളൊരു സ്പേസും ഉണ്ടാവും. അതിന് തൊട്ടു മുമ്പ് നമ്മൾ അതിങ്ങ് എടുക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ഒരു എക്സ്പ്രഷന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പാടിക്കും എന്നല്ല. അപ്പൊ പക്ഷെ അതിനപ്പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കിട്ടിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് കേട്ടാ നമുക്ക് കേട്ടിങ്ങോ കേൾക്കാം. കേട്ടിങ്ങോ നിങ്ങ വെള്ളിടി വെട്ടും കൊടിത്തോറ്റം, പാമ്പ് ചതിപ്പാമ്പ് കുത്തിയ കുഞ്ഞമ്പൂ ചെമ്പുവടി പോലെ വീണപ്പോ ചിന്തിയ ചായില്യ ചോര നനച്ചു കുറിച്ചിട്ടൊരാതിമലയൻ്റെ തീത്തോറ്റം, കാമം കടഞ്ഞ തുരുത്തില് പന്തത്തിലാളും പകതൻ തുരുത്തില് ചാവിൻ്റെ താളം പെരുക്കുമിടം തലയ്ക്കൊന്നിച്ച് മൂളിപ്പരക്കണ പെൺതോറ്റം, ഏഴിമലയോളം പൊക്കത്തിന് അലയാളിക്കനത്തിന് ചങ്കുത്തവൻ, കോലം വരച്ച കരിമയില് തിരുതേത്തമ്പാട്ടി കുടികൊണ്ടവൻ, കണ്ണില് കാന്ത കനലുള്ളവൻ, പോർമുലഞ്ഞിട്ട് ചുരക്കുന്നവൻ, നാവിൽ നലത്തിൻ്റെ പേച്ചുള്ളവൻ, പോർക്കലിയായി ഉറഞ്ഞാടുന്നവൻ. വിജയേട്ടൻ അടുത്തിരിക്കുന്നോണ്ട് പേടിയുണ്ട്. അതല്ല, അത് നമ്മള് തുടങ്ങിയപ്പോ പിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് തുടങ്ങിയപ്പോ കുറച്ച് പോയി. പിന്നെ കുറച്ചെടുക്കാൻ താഴെ മുകളിലും ഉണ്ട് ആ പാട്ട്. അതെ. സർ, യുവർ ഫസ്റ്റ് വർക്ക് ദേവ് ഡി വിത്ത് അനുരാഗ് കശ്യപ്. How do you got that chance? Amit Trivedi, right? Yeah. So we got the chance to work with Anurag Kashyap through a singer, Shilpa Rao. Shilpa Rao. Yeah. She is singing a lot of songs in Hindi film industry, Telugu, and probably Tamil also. So through Shilpa Rao, she is my friend, and through her I met Amit Trivedi, and through Shilpa Rao, Amit Trivedi, I met Anurag Kashyap. And our career started at the same time, but with the same film, Amit Trivedi, Shilpa Rao, and all of us, yeah. And I'm like huge fan of Malayalam cinema, and even Anurag Kashyap is a huge fan of Malayalam cinema. I go and watch
Malayalam films in cinema halls. I don't wait for OTT. If I miss a film in the cinema hall, then I watch it on OTT. But otherwise, I go and buy a ticket and watch a Malayalam film, and whenever it gets released, the films which people talk about and they say it got critical acclaimed, films like Majmal Boys or Joji or Avesham. I loved Avesham also a lot. So I'm loving Malayalam cinema, and I'm very happy and excited that my film is there with Bijbal sir. I'm like happy for Sajid, happy for the producers, and we are just crossing our fingers. And we want the film to be successful and music to be really successful. Music is already getting a lot of popularity. Bhadra's song is, a lot of listeners are there, lots of likes are there. Like, we're very happy for the album, and wish to work more. Like, it should happen both ways actually. Malayalam singers and lyricists should come there and work there. With Hindi film people should come here and work with. This kind of collaborations are very healthy and very important for the music industry, for the film industry. Ulta Punjab song Chitave, related to drug. Yeah, Chitta is a colloquial name of cocaine in Punjab. Say something about that song. That make some controversies in that time. I think that against to drugs, or in fact it was an expression of the real thing happening at the time, the border and all. So lot of movie was also like that. That's true. A lot of people were like taking drugs, youth especially. Mr. Chaube has made that film. Again, the producers were there, 4-5 producers were there. Anurag Kashyap was one of them. First time I wrote rap in Chittave. I've heard rap songs, but I was not sure about how to write it. Mostly rappers write their own lyrics. Yes. But this time I said, no, I want to write my own lyrics. So I went home, I asked my son, so who's the biggest rapper in the world? He said, Eminem. I said, okay, I want to hear Eminem. So for few days, 8-10 days, I was listening to Eminem all the time. I wanted to get the feel of it, that how they think or write the rap. Then we like made the song. Amit Trivedi made the melody, and it took us few days. I kept on writing many drafts of that song, and finally the first draft was the final draft of the song. And the music was very popular. Yes. And we loved that. Good song. ആൻഡ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൺവെൻഷണൽ ഹിന്ദി അങ്ങനത്തെ ഒരു മൂവിയിലല്ല ഇദ്ദേഹം തുടങ്ങിയത്. ഹി സ്റ്റാർട്ടഡ് ഫ്രം ദേവ്ഡി, വിച്ച് വാസ് കംപ്ലീറ്റ്ലി എ പാത്ത് ബ്രേക്കിംഗ് മൂവി. ദേവദാസിന്റെ വേറൊരു ഇന്റർപ്രിറ്റേഷൻ ആണല്ലോ ദേവ്ഡി. അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ ഉഡ്താ പഞ്ചാബ് എന്നൊക്കെ പറയുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് മൂവിയാണ് ശരിക്കും. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഹിന്ദിയിൽ ഇപ്പൊ അനുരാഗ് കശ്യപ് ഒക്കെ മലയാളം മൂവിയെ കുറിച്ച് സംസാരിക്കുന്ന എന്തിനെ കുറിച്ചാണോ അതാണ് അവരൊക്കെ അവിടെ ഇത്തരം സിനിമകളിൽ ഇപ്പൊ ഗാങ്സ് ഓഫ് വാസേപൂർ ആണെങ്കിലും ദേവ്ഡി ആണെങ്കിലും ഉഡ്താ പഞ്ചാബ് ഒക്കെ ആണെങ്കിലും ആ ശ്രേണിയിൽ വരുന്ന മൂവീസ് ആണല്ലോ. അപ്പൊ അതിലാണ് ഹീസ് റൈറ്റിംഗ് പോയംസ്. സോ അത് ഒരു വലിയൊരു ഇതാണ്. സോ നമുക്ക് അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതും ആ രീതിയിൽ വളരെ എനർജറ്റിക് ആണ്. ഇനി വിജയേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കണം. അതെന്ത് പാട്ട്? നമ്മൾ അകലെയൊരു കാടിന്റെ പാടിയാൽ രസമായിരിക്കും. ഈ ബിനീത ഇടയ്ക്ക് എന്നെ വന്ന് കാണുന്ന സമയത്ത് അകലെയൊരു കാടിന്റെ പാടിയിട്ട് പോയി. അത് ഞങ്ങളൊരു ചെറിയ കട്ടായിട്ടിട്ടു. അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോൾ വിജയേട്ടൻ വരുമ്പോഴത്തേക്കും എൻ്റെ തലയ്ക്കകത്ത് ആ പാട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. പൊൻവേണുവിൽ പാട്ടു തേടും പൂന്തെന്നലിൻ പ്രണയമുണ്ടോ, ചെന്നിരിക്കുമ്പോൾ ഒരിറ്റു സ്നേഹം തന്ന താലോലമാട്ടുന്ന ചില്ലയുണ്ടോ, വേരറ്റു പോകാതെ പ്രാണനെ കാക്കുന്ന സ്വച്ഛമാം വായു പ്രവാഹമുണ്ടോ.
അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ, അവിടെ വന്നിളവേറ്റ നാട്ടുപെൺ പക്ഷിതൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടോ. ഇത്തരം ചില പാട്ടുകളുണ്ടല്ലോ വർഷങ്ങൾക്ക് ശേഷം പൊക്കിക്കൊണ്ടുവരും. ഇൻസ്റ്റയിലൊക്കെ ഇനിയും ഇനിയും ഈ പാട്ട് പൊങ്ങി വരുമെന്നാണ് വിശ്വസിക്കുന്നത്. സോക്കോൾഡ് വിജയേട്ടൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അഡിക്ഷനായി പോകും. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കാനും, പക്ഷേ കുറച്ചു കാലം നമ്മൾ മറന്നു കിടന്നിട്ട് വീണ്ടും ഇത് പൊങ്ങി വരും. അത് ഭയങ്കര രസമുള്ളതാണ്. ഇൻഫാക്ട് ശ്രേയ sang this song. ശ്രേയ ഘോഷാൽ sang this song. So she told ഈ 5/8 ആണോ, 1 2 1 2 3 1 2. It rarely happens in Hindi or some other language. So she was so excited to sing this song. ഈ താളത്തിലുള്ള പാട്ട് അവർക്ക് റെയർലി കിട്ടാറുള്ളൂ. ഭദ്ര, ശരിക്കും വിജയേട്ടൻ്റെ അടുത്തൊക്കെ പാട്ടൊക്കെ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ചെറിയ കുട്ടിയാണ് എന്നുള്ളതൊരു ഇതുണ്ടാവും. പക്ഷേ അല്ല, ഭദ്ര എനിക്ക് ചെറുപ്പത്തിലേ അറിയാം. ശരിക്കും സ്കൂളോ അല്ലെ ആ സമയത്ത് ഞാന് ഭദ്ര കർണാട്ടിക് കൺസേർട്ട് ഞാൻ വയലിൻ വായിച്ചിട്ടുണ്ട് ഭദ്രക്ക്. അത് ഭയങ്കര രസമല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിന്റെ പിന്നെ ഒരു കോണ്ടാക്ട് ഇല്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം വലിയ മ്യൂസിക് ഡയറക്ടർ ആയപ്പോഴാണ് ഞാൻ തിരിച്ചറിയണത്. സിനിമയിൽ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പോപ്പുലാരിറ്റി വരുന്നത്. പക്ഷെ പുറകിലിരുന്ന് വയലിൻ വായിക്കുന്ന സമയത്തുള്ള അനുഭവങ്ങൾ വിജയേട്ടൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെ ബലപ്പെടുത്തിയ അനുഭവങ്ങളല്ലേ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പം കാശിനെ സംബന്ധിച്ച് പോലും വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നമ്മൾ മോൾഡ് ചെയ്ത കാര്യങ്ങളല്ലേ. അല്ലോ, അത് മാത്രമല്ലല്ലോ, മോൾഡ് ചെയ്യപ്പെടുന്നത് നമ്മളുടെ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും കൊണ്ടും നമ്മളുടെ ഇൻട്രാക്ഷൻസ് കൊണ്ടും നമ്മൾ കടന്നു വന്നിട്ടുള്ള ആളുകൾ പലതരം ആൾക്കാരല്ലേ. അവരൊക്കെ നമ്മളെ പഠിപ്പിക്കുമല്ലോ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മളെ മോൾഡ് ചെയ്തു. ഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരുപാട് പേരായിട്ട് കോണ്ടാക്ട് പല സമയങ്ങളിലും അങ്ങനെ ഒരുപാട് ഒരു പബ്ലിക്ലി ഒരു എക്സ്ട്രോവേർട്ട് അല്ല അതിരുന്നിട്ട് കൂടി ഐ ഹാവ് കം അക്രോസ് അങ്ങനത്തെ മൾട്ടിപ്പിൾ ടിഞ്ചുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒബ്സേർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്ററാക്ട് ചെയ്തില്ലെങ്കിൽ ഒബ്സേർവ്, ഞാൻ നല്ലൊരു ഒബ്സേർവറാണ് പൊതുവെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ മോൾഡ് ചെയ്യും. ഒബ്സർവേഷനാണ് നമ്മളെ ക്യാരക്ടറെ ഫിക്സ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വിജയേട്ടൻ്റെ അടുത്തേക്ക് റഫീഖ് സാർ വന്നാലും BK ഹരിനായൻ വന്നാലും സന്തോഷ് വർമ്മ വന്നാലും ഒക്കെ എഴുതുന്നതിന് വിജയേട്ടൻ്റെ ഒരു സ്വഭാവം ഉള്ളതായിട്ട് നമുക്ക് തോന്നും. എന്ന് വെച്ചാൽ വിജയേട്ടൻ്റെ ഒരു ഭാവമുണ്ട്, നമുക്കത് സമാധാനത്തോടുകൂടി കേൾക്കാമെന്നുള്ളൊരു ഭാവവും കൂടെ അതിനകത്തുണ്ട്. എല്ലാ ഇതിലും അല്ല, ഇപ്പോൾ BG ചെയ്യുമ്പോൾ അങ്ങനെ അല്ല വിജയേട്ടൻ ചെയ്യാം. പക്ഷേ അതെങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ പരുവപ്പെട്ട് വരുന്നത്? അങ്ങനെയൊന്നുമല്ല, നമ്മളുടെ നിയന്ത്രണത്തിലൊന്നുമല്ല അവർ. ബട്ട് എനിക്ക് അവരുടെ സാമീപ്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ സാമീപ്യത്തിൽ അവരിയ്ക്കുമ്പോൾ ആ സന്ദർഭത്തിൽ അവരുടെ ഏറ്റവും നല്ലത് വരണം എന്നെനിക്ക് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്. ഏറ്റവും നല്ലത് വരിക എന്ന് പറയുന്നത് നമ്മളുടെ പെർസെപ്ഷനിൽ നല്ലത് വരിക എന്നുള്ള കേട്ടോ, ഏറ്റവും നല്ലതാവണമെന്നില്ല, ബട്ട് നമ്മളുടെ കാഴ്ചയിൽ ഏറ്റവും നല്ലത്. അപ്പൊ ഇങ്ങനെ കാത്തിരിപ്പ് അവരെ മനസ്സിലാക്കുമെന്ന് തോന്നുന്നു. ആ വൈബ് ഇവൻ എന്തിനോ വേണ്ടി ഒരു കഴുകൻ കണ്ണുകളുമായി ഇരിക്കുകയാണെന്ന് അവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ പിന്നെ ഇതിന്റെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പാട്ട് എഴുതുമ്പോൾ ട്യൂൺ കൊടുക്കുന്നു, അതിൽ വരി എഴുതും, ഇതല്ല, അതിനപ്പുറത്ത് എന്തൊക്കെയോ സംസാരിക്കും. ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് പലതരത്തിൽ ഉള്ള. ഇപ്പൊ റഫീഖേട്ടൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിവുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ ചിലപ്പോൾ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരാളാണ് റഫീഖേട്ടൻ. സന്തോഷും ഭയങ്കര ഹ്യൂമറസ് ആണ്. അപ്പോൾ അൻവർ അലി ആണെങ്കിൽ വേറൊരു തരം ഫിലോസഫിയും പരിപാടിയും കുറെ റെഫറൻസും ഒക്കെ ഉള്ള ഒരാളാണ്. ഹരി വേറൊരു തരത്തിൽ അങ്ങനെ വേറൊരു തരം പഠനമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാം കിട്ടണമല്ലോ. അപ്പൊ അത് സംസാരത്തിന്റെ ലോകം വളരെ വലുതായിരിക്കും, സംസാരിച്ചാൽ തീരില്ല. അതിന്റെ ഇടയിൽ എപ്പോഴൊക്കെയോ സംഭവിക്കുന്നതാണ് ഇത്. വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും. സോ ഒബ്വിയസ്ലി ഈ പാട്ടും
ക്വാളിറ്റി ഉള്ളത് ആവാതിരിക്കാൻ തരവില്ല, എങ്ങനെ ആവുന്നതായിരിക്കും. അപ്പോൾ പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ എന്ന് പറയുന്നത് ലിറിക്സ് നമ്മൾ കേട്ടതാ, നമ്മുടെ ഉള്ളിൽ അത് പോയി വീഴുന്നുണ്ട്. അതേപോലെ മഴനിലാ കുളിരുമായി വേനൽ തൂവൽ വീശും ഉള്ളതും നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, നമ്മൾ അതും അതേ ഇതിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊരു താളം വേറൊരു താളമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. ഇത് കിടക്കുക ഒപ്പം ഹിറ്റാകുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് രണ്ടും കൂടെ സംഭവിക്കണം ഈ കാലഘട്ടത്തിൽ. ഫാസ്റ്റ് ആയിട്ടുള്ള വേൾഡ് ആണെന്ന് നമ്മൾ പറയുന്ന കാലഘട്ടത്തിലാണ് വിജയേട്ടൻ്റെ ഇത്തരം മെലഡീസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ ഹിറ്റാവുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല, പക്ഷെ ഇത് ഹിറ്റാണ്. എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ ഹിറ്റാവുന്നതെന്നാണ് വിജയേട്ടൻ? നമ്മൾ എവിടെ നിൽക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ പാട്ട്, ഈ ഹിറ്റാകുന്ന പാട്ടുകളെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇതേ നിലവാരമുണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ ചെയ്യുന്ന അതിന്റെ ഇരട്ടിപ്പാട്ട് ഹിറ്റാകാതെ പോകുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നിൽക്കുന്ന ഇടം കറക്റ്റ് അല്ല, ആ പാട്ട് നിൽക്കുന്ന സ്ഥലം കറക്റ്റ് അല്ല. നിൽക്കുന്ന ഇടം കറക്റ്റ് അല്ല എന്നിട്ടും ഹിറ്റാകുന്ന പാട്ടുകൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. മറ്റു മ്യൂസിക് കമ്പോസേഴ്സിന്റെ നമുക്ക് നോക്കുമ്പോൾ ആശ്ചര്യത്തോടെ നമ്മൾ കാണാറുണ്ട്, പാഠം ആരും കേട്ടിട്ടില്ല, പാട്ട് ഭയങ്കര ഹിറ്റാകും. എന്റെ അങ്ങനെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അങ്ങനെ സംഭവിക്കാറേ ഇല്ല. അപ്പോ ആ സിനിമ എന്ന് പറയുന്ന പാട്ടിന്റെ ഇടം കുറച്ച് ആ രീതിയിൽ പ്രസക്തമാകുമ്പോഴാണ് പലപ്പോഴും ഞാൻ ചെയ്യുന്ന പാട്ടുകൾ അത് ശ്രദ്ധിക്കപ്പെടാറ്. പലപ്പോഴും സിനിമ ശ്രദ്ധിച്ചിട്ട് പാട്ട് ശ്രദ്ധിക്കാത്ത അവസരങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ പാട്ട് തിരിച്ചും ഉണ്ടായിട്ടില്ല. അതായത് സിനിമ ശ്രദ്ധിക്കാതെ പാട്ട് ശ്രദ്ധിക്കുന്ന അവസ്ഥയും വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് സത്യം. അത് പലപ്പോഴും പിൽക്കാലത്തെപ്പോഴൊക്കെയാണ്. ഇപ്പോ ടമാർ പട്ടാർ എന്ന് പറയുന്ന സിനിമ വന്നു, അത് നല്ല സിനിമയായിട്ടും അന്നത്തെ കാലഘട്ടത്തിന് അത് ചേർന്ന പടം. നീ ഇല്ലാതെ ജീവിതം അന്നത്ര ശ്രദ്ധിക്കപ്പെടില്ല, പിന്നീട് എപ്പോഴോ ആളുകൾ അത് ഏറ്റുപാടി തുടങ്ങി. അങ്ങനെയൊക്കെ സംഭവിക്കും വിരളമായിട്ട്. മധുര ഒരു പാട്ടും കൂടെ പാടാം. സാറിന്റെ തന്നെ വെള്ളം എന്ന് പറഞ്ഞ സിനിമ. ഹേ ചൊക ചൊകന്നൊരു സൂര്യൻ മലയൊത്തിരി കേറി അകലത്തൊരു മേട്ടിൽ കേറാൻ പോണേ, വെളുവെള്ള ചിരിയാലെ പകലൊന്നു വിതയ്ക്കാൻ തളരാത്തൊരു നടയായി വെക്കം പോണേ. ഹോയ് 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 കരിമേഘക്കാടും കൊലകൊമ്പൻ കാറ്റും വകവയ്ക്കാതമ്പോ വഴി താണ്ടുന്നേ, നുരചിതറണ കടലോ പിന്നോട്ടു വിളിക്കുന്നേ, മിണ്ടാണ്ടിന്നൊരുത്തൻ മുന്നോട്ടാണേ, മിണ്ടാണ്ടിന്നൊരുത്തൻ മുന്നോട്ടാണേ. ഇത് കേൾക്കുമ്പോ ഭദ്ര ഫോക്ക് മാത്രമേ പാടുള്ളൂ അങ്ങനെയല്ല. ഭദ്ര മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാടും. പക്ഷെ ഫോക്ക് പാടുന്നവര് അതിന്റെ ഒരു രസകരമായിട്ടേ ആ ഒരു ടിമ്പർ വെച്ച് പാടുന്നവര് കുറവായതുകൊണ്ട് ഡിപ്പെൻഡ് ഓൺ ഭദ്ര. പെട്ടെന്ന് നമ്മുടെ തലയിലേക്ക് ഭദ്ര വരും. സർ പ്ലീസ് സേ behind the story of your name, pen name, Shelly. The story is very simple. When I was studying in my school, I was good in English at that time, not now. Now my English is pathetic. So that at that time I was good in English. So our teacher, Mr. Devraj Sharma, he used to call me PB Shelley. So I don't know, because I'm a son of a poet. And I used to write poetry in a very immature manner. So then he started calling me Shelley, then Shelly. The whole school was calling me Shelly because my real name is Shailendra Singh Sodhi, which is a lengthy name. So he said, "ये बहुत लंबा नाम है. I don't want to call you by this such a long name. So it's better to call you Shelly since you have so much of inclination towards poetry and culture activities." So he started calling me Shelly. Then the whole school was calling me Shelly. Then in college everybody was calling me Shelly. So that's what, and it's fine. Also short and sweet, and it's easy for people to remember. And sometimes people when they just give reference, oh Shelly must be a beautiful girl, because a lot of females also have this name Shelly. So
that's the story behind this. അതെ അതൊരു രസമാണല്ലേ ശല്യം തെറ്റിദ്ധരിക്കുന്നത്. ശല്യം Yeah, one more thing. My dad called me Shailendra. He started calling me Shailendra because there was a lyricist in 60s and 70s. Shailendra. Shailendra was a big lyricist. Raj Kapoor films and many films he has written. Avara Hoon is written by him. Many. Teesri Kasam was the whole album was written by him. So I don't know why he had so much of love for Shailendra's writing lyrics that he started calling me Shailendra. From Shailendra, it's like the full name, Shailendra Singh Sodhi. Then I don't know how it happened that I have started writing lyrics. It's like there were people like they were singing, "You are the reincarnation," this, that, all kind of stories I heard from different people. So that it has something to do with your past birth, this, that. I don't know. I don't know about these things, but the unbelievable part is that his name was Shailendra, my name is Shailendra, and I am now writing lyrics since 2009. Yeah, 2009. I'm writing since 2009. I'm writing lyrics. So these two stories are there behind my name. ഗ്രേറ്റ്. വിജയേട്ടാ, ഈ ഇപ്പം നടക്കുന്ന ഒരു ഡിസ്കഷനിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഡിസ്കഷൻ്റെ ഇത് തന്നെ ഹേ ബനാനെ ഒരു പൂ തരാമോ എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഇപ്പോൾ കുറേ വാക്കുകൾ, ഇപ്പോൾ ബ്രൈഡാത്തി എന്ന് പറയുന്ന പൊന്മാനിലെ സോങ് ഇപ്പോൾ ഹിറ്റാണ്. അതേപോലെ തന്നെ സുഹൈൽ എഴുതിയിട്ടുള്ള പ്രേമിക്കുടു പോലുള്ള വാക്കുകൾ, ഈ പുതിയ വാക്കുകളെയൊക്കെ സംബന്ധിച്ച് ഒരു അസംതൃപ്തി നമുക്കുണ്ട്. ഇപ്പോൾ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്ന് എഴുതുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നന്മകനെ എന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അത് അപ്പുറത്തുനിന്ന് എടുത്തിട്ട് നമുക്ക് ഇപ്പുറത്ത് വേണമെങ്കിൽ നമ്മുടെ ഭാഷ കുറച്ചുകൂടെ ഡെവലപ്പ് ആവും. ഇത് പല ആസ്പെക്ട്സിൽ നോക്കി കാണേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ വിജയേട്ടൻ എന്താ അഭിപ്രായം പറയാം? അല്ല, നമ്മൾ അങ്ങനെ അഭിപ്രായം ഒന്നില്ലെങ്കിൽ മോശം പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കാത്ത ഒരാളായിട്ട് വാഴ്ത്തപ്പെടും. മുന്നോട്ട് അങ്ങനെ ഇതെന്ന് വെച്ചാൽ ഇതൊരു കമ്മോഡിറ്റിയാണ്. യു ഷുഡ് സെൽ, അല്ലേ? ഇറ്റ് ഷുഡ് ബി സോൾഡ്. അപ്പൊ എന്നാലാണ് ഇതിനകത്ത് നിലനിൽപ്പുള്ളൂ. ഒരു കമ്മോഡിറ്റി മാത്രമാണ് ഇപ്പൊ പാട്ട്, പ്രത്യേകിച്ച് സിനിമ സംഗീതം. അതില് തെറ്റ് കാണേണ്ടതില്ല. ഒരു ഫൺ എന്നുള്ള രീതിയിലോ കൗതുകമുള്ള ഇത് നമ്മൾ കേൾക്കാത്തൊരു വാക്ക്. ഇപ്പൊ ബ്രൈഡാത്തി എന്നുള്ള വാക്ക് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്? ബ്രൈഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ വൈ കാൺ ബി കോൾ ഹെർ ബ്രൈഡാത്തി എന്ന് പറയുന്ന ഒരു അപ്പോൾ അത് നമുക്കൊരു അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അത് വിൽക്കാൻ സഹായിക്കുമെങ്കിൽ അതിനകത്ത് വേറെ ഇതില്ല. അത് വിൽക്കുന്നു, ഉപയോഗിക്കുന്നു, കളയുന്നു എന്നുള്ള ഇതാണല്ലോ. ഇതൊരു ക്ലാസിക്കാക്കി മാറാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഇതല്ലല്ലോ. ആൻഡ് ഇത് ക്ലാസിക് ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളത്, ഇപ്പോൾ കട്ടച്ചോറ് കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്ന് പറയുന്നത് കോമിക്കായിട്ട് നമ്മൾ സിനിമയിൽ കണ്ടതാണ്. അതേപോലെ തന്നെ ആദരാഞ്ജലിയൊക്കെ നമ്മൾ കോമിക്കായി കണ്ടതാണ്. പ്രേതം വന്നിട്ട് നമുക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് പറയുന്നതാണ്. അപ്പം ആ കോണ്ടെക്സ്റ്റിൽ കാണാൻ പറ്റില്ല. കാരണം ഇതിന് പാട്ടുകൾക്കല്ലാതെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അല്ല, അങ്ങനെ വിശ്വസിക്കേണ്ടതില്ല. എക്സിസ്റ്റൻസ് അത് ഉണ്ടായി വരേണ്ടതാണ്. സിനിമാ പാട്ടുകൾക്ക് പുറത്തൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവണം എന്ന് വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല. സിനിമയ്ക്ക് പുറത്ത് ഒരു എക്സിസ്റ്റൻസ് അതിന് കൊടുക്കേണ്ടതില്ല. മറിച്ച് ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ ഫേറ്റ്, ലെറ്റ് ഇറ്റ് ഹാപ്പൻ, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ സിനിമയ്ക്ക് പുറത്തേക്ക് വേണ്ടി സിനിമയ്ക്കുള്ളിൽ പാട്ട് ചെയ്ത കാലം ഉണ്ടായിരുന്നു. അത് പറ്റില്ല. അതിനോട് ഞാൻ വിയോജിക്കുന്നു. സിനിമയ്ക്ക് വേണ്ടിയാണ് സിനിമ പാട്ട് ഉണ്ടാകേണ്ടത്. അതിനപ്പുറത്തെ എക്സിസ്റ്റൻസ് ഉണ്ടായാൽ നല്ലത്, അല്ലേ? ഇപ്പോൾ വേറെ എത്രയോ പാട്ട് അങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. ഇപ്പോൾ ആകാശമായോട് ചെയ്തപ്പോൾ എന്നോട് ചോദിക്കുക, അത് നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ ഒന്നുമല്ല, അത് സിനിമയുടെ പാട്ട് മാത്രമാണ്, എൻ്റെ ആയിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. അത് അങ്ങനെ പലരുടെയും കണക്ഷനിലേക്ക് പോകുന്നത് അതിന് ഒരു എക്സ്റ്റെൻഡഡ് വാല്യൂ അതിന് ഭാഗ്യവശാലും ഉണ്ടായിപ്പോയതുകൊണ്ടാണ്. അതില്ലെങ്കിലും നമുക്ക് പരിഭവിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ് ജസ്റ്റ് ഫോർ ദ മൂവി. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് സിനിമാ പാട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അത് ആ സിനിമയെ കോംപ്ലിമെന്റ് ചെയ്യാൻ അങ്ങനെ ഒരു പാട്ട് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്നേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, ചൂട്ടുമണഞ്ഞു പോയി പാട്ടും മറന്നുപോയി ഒന്ന് ചൊല്ലാവോ? ആകാശമായവളെ അകലെ
പറന്നവളെ ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യമായി. വിജയേട്ട ഇതേപോലെ ഒരു 1000 പാട്ടും കൂടെ ഉണ്ടാക്കണം. വിജയേട്ട ഈ വടക്കനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ടിനെ നമ്മൾ അത്രയും നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന തലത്തിൽ തന്നെ എത്തേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള തിയേറ്റേഴ്സൊക്കെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ചിലയിടങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, ഇതിങ്ങനെയല്ലല്ലോ ഇത് പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു ടെക്നീഷ്യൻ്റെ മനസ്സ് വേദനിക്കും, നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കും. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ എങ്ങനെയാണ് മാനസികമായി നേരിടുക? എനിക്ക് അങ്ങനെ ബാധിക്കാറില്ല. കാരണം ഞാൻ ഇപ്പോൾ നമ്മളൊരു പാട്ട് ചെയ്താൽ തന്നെ നമ്മൾ ഇത് ഫ്ലാറ്റ് മോണിറ്റർ സ്പീക്കേഴ്സിൽ മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. മറ്റുള്ളവരിത് കേൾക്കുന്ന ഫോണിലായിരിക്കും അല്ലേ, ചിലപ്പോൾ ചെറിയ മോണോ സ്പീക്കറിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ പോഡിലായിരിക്കും, അല്ലെങ്കിൽ പല സ്പീക്കേഴ്സിലായിരിക്കും, ഹോം തിയേറ്ററിലായിരിക്കും, പല ഇതിലേക്കല്ലേ ഇത് പോകുന്നത്. അത് നമ്മൾ അതുമായിട്ട് അതിനെ ചൊല്ലി ആശങ്കപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. അത് റിയാലിറ്റി ആണല്ലോ. നമ്മളുടെ പാട്ട് എവിടെയൊക്കെ ഏത് രീതിയിൽ കേൾക്കുന്നു. ഇപ്പോൾ മൊബൈൽ സ്പീക്കേഴ്സിൽ കേട്ടിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ നമുക്കൊന്നും അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ പ്രൊജക്ഷൻ ഇപ്പോൾ ഈ തിയേറ്ററിൻ്റെ ഉത്തരവാദിത്തമാണ് നല്ല രീതിയിൽ പ്രൊജക്ഷൻ ഇത് ചെയ്യുക, കാലിബ്രേറ്റ് ചെയ്യുക, സ്പീക്കേഴ്സ് ആ രീതിയിൽ ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ പൈസ മേടിക്കുന്നത്. മോസ്റ്റ്ലി അവർ ചെയ്യുന്നുമുണ്ട്. ചിലതിൽ മാത്രം അങ്ങനെ പലപ്പോഴും സംഭവിക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിൽ ഒരിക്കലും സങ്കടപ്പെടാറില്ല. ബിക്കോസ് അതൊരു ഡിസ്റ്റർബ്ഡ് ആവില്ല. ഇല്ല, ഡിസ്റ്റർബ്ഡ് ആവില്ല. ആ സമയത്ത് ഡിസ്റ്റർബ്ഡ് ആവും. കാരണം ഒരു കാക്കഫോണി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണല്ലോ. ആ രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആവും. അല്ലാതെ ഇതെന്തൊരു യോഗമാണെന്ന് അങ്ങനെയൊന്നും വിചാരിക്കാറില്ല. നമുക്ക് വഴക്കൂടാൻ തോന്നും തിയേറ്ററിൽ പോയിട്ട്. അപ്പോൾ ഭദ്ര ഒരു പാട്ടുകൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. മലർച്ചെണ്ടിലോരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാറാകും നീതോരോ മോഹം, ഓരോ വർണ്ണം ആരാരോ പാടുവതാണി നീഹാരാർദ്രരാഗം. അറിയാമോ പിറാക്കളെ ഇങ്ങിനി എൻ ജീവിതം, പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. ഓക്കെ. അപ്പോൾ വടക്കൻ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടെ, ഈ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടതുപോലെ തന്നെ കേട്ടിങ്ങോ ശ്രദ്ധിക്കപ്പെട്ടതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടട്ടെ. സിനിമയും സക്സസ് ആവട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക്സ് ഫോർ കമ്മിങ് സർ. Thank you. അദ്ദേഹത്തെ പോലെ ഒരാളെ നമ്മളുടെ സിനിമയിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് പേഴ്സണലി ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. നല്ലൊരു കാര്യമല്ലേ. Same here. താങ്ക് യു സർ. Thank you. ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.